ഗാന്ധി സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന ശ്രീകണ്ഠപുരത്തെ സിഗ്നൽ സംവിധാനം ഭാഗികമായി നിലച്ചിട്ട് മാസങ്ങളായി. ബന്ധപ്പെട്ടവർ അറിഞ്ഞ ഭാവം നടിക്കുന്നില്ല. സിഗ്നലിൽ എത്തിച്ചേരുന്ന വാഹന ഡ്രൈവർമാർക്ക് ഏറെ ആശയക്കുഴപ്പമാണ് ഇത് സൃഷ്ടിക്കുന്നത്. ശ്രീകണ്ഠപുരത്തെ സിഗ്നൽ സംവിധാനം ഭാഗികമായി തകരാറിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. തളിപ്പറമ്പിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് എത്തുമ്പോൾ ഗാന്ധി സ്ക്വയറിൽ സിഗ്നലിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ കാണേണ്ടുന്ന സിഗ്നൽ ലൈറ്റുകളായ പയ്യാവൂർ റോഡിലെ സിഗ്നൽ ലൈറ്റുകളുടെ ബ്ലോക്കുകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിന്റെ എതിർവശത്തു നിന്നും എത്തിപ്പെടുന്ന വാഹനങ്ങൾക്ക് പയ്യാവൂർ റോഡിൽ നിന്നും ശ്രീകണ്ഠപുരത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണേണ്ടുന്ന സിഗ്നൽ ബ്ലോക്ക് കൂടിയാണ് ഇത്. ശ്രീകണ്ഠപുരം സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നലിന്റെ കാര്യം വളരെ അപകടാവസ്ഥയിലാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പയ്യാവൂരിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ നമ്മൾ നേരെ മുന്നിൽ കാണുന്ന സിഗ്നല് റെഡ് ആണോ ഗ്രീൻ ആണോ എന്ന് മനസ്സിലാവും. ദൂരെയുള്ള കുറച്ചും കൂടി മുന്നോട്ടുള്ള സിഗ്നലിൽ റെഡ് കാണുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് ആൾക്കാർ ദൂരെയുള്ള സിഗ്നൽ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തുള്ള സിഗ്നൽ അത് ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, പൂർണ്ണമായിട്ടല്ല. അതുപോലെ തന്നെ നമ്മൾ തളിപ്പറം ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുന്ന വണ്ടിയായതും അടുത്തുള്ള സിഗ്നൽ പ്രവർത്തിക്കുന്നില്ല. ദൂരെയുള്ള സിഗ്നലാണ് റെഡ് കാണിക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ ഡ്രൈവർമാർക്കൊക്കെ ഒരു കൺഫ്യൂഷനായി ഇരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ജംഗ്ഷനിൽ സിഗ്നൽ പ്രശ്നമായതുകൊണ്ട് വണ്ടിയൊക്കെ ബ്ലോക്ക് ആയും അങ്ങോട്ട് വണ്ടിയൊക്കെ തട്ടുക മുട്ടുക, എവിടെ നിർത്തണം, എവിടെ വണ്ടി പോകണം എന്നൊക്കെ ഡ്രൈവർമാർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു സിഗ്നലിന്റെ കാര്യം തീരുമാനമാക്കണമെന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും പയ്യാവൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും ഏക ആശ്രയം ടൗൺ സ്ക്വയറിലെ 2 സിഗ്നൽ ബ്ലോക്കുകളിൽ ഒന്ന് മാത്രമാണ്. ഇത് ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ബന്ധപ്പെട്ടവർ ശ്രദ്ധ നൽകുന്നില്ല എങ്കിൽ അപകട സാധ്യത ഇവിടെ ഏറുകയാണ്. സിഗ്നൽ മാർക്കിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ കാണേണ്ടുന്ന സിഗ്നൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. ഇത് വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ആശയക്കുഴപ്പം മാത്രമല്ല സൃഷ്ടിക്കുന്നത്, അപകട സാധ്യതയും ഏറുകയാണ്. മാസങ്ങളായി ഇവിടെ ഇതിന്റെ പ്രവർത്തനം താളം തെറ്റിയിട്ട്. ശ്രീകണ്ഠപുരത്ത് സിഗ്നൽ സംവിധാനം വന്നത് ഏറെ ഗുണം തന്നെയാണെന്നൊരു തർക്കവുമില്ല. വാഹന ഗതാഗത കുരുക്കുകൾ പൂർണ്ണമായിട്ടും ആ സിഗ്നൽ സംവിധാനം വന്നപ്പോൾ ഒഴിവായി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ 1 മാസത്തോളമായിട്ട് പയ്യാറ് ഭാഗത്തുള്ള ആ സിഗ്നൽ ലൈറ്റിന്റെ ആ ലൈറ്റ് തെളിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. മിനിഞ്ഞാന്ന് തന്നെ ചെറിയൊരു തളിപ്പറമ്പ് ഭാഗത്ത് വരുന്നവർക്ക് ആ പയ്യാവൂർ ഭാഗത്തുള്ള സിഗ്നൽ ലൈറ്റും കാണാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാഹനങ്ങൾ എടുത്തു പോകുന്ന ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അത് അപകടത്തിലേക്ക് പോകുന്നുള്ളത് ഇതിന്റെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുക, ഉടൻ തന്നെ അത് പരിഹരിക്കുക, അല്ലെങ്കിൽ ഉപകാരം ഉള്ളത് ഉപദ്രവമായി മാറും എന്നുള്ളത് മനസ്സിലാക്കുക.